ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബബ്ബബ്ബയെ കുറിച്ചാണ്. ഭയം, ഭക്തി, ബഹുമാനം. ദിലീപേട്ടൻ നായകനായി എത്തി ധനഞ്ജയൻ ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം രാമലീലയ്ക്ക് ശേഷം ദിലീപേട്ടൻ്റെ ഹൈപ്പി വന്ന ചിത്രമാണ്. ഓരോ പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് മുതൽ ഈ ചിത്രം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ഓരോ പോസ്റ്റർ ഇറങ്ങുമ്പോഴും അതിൻ്റെ ഹൈപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ലാലേട്ടൻ്റെ അപ്ഡേറ്റ് വന്നപ്പോഴും ആ ഹൈപ്പ് വീണ്ടും കൂടി. പക്ഷേ വിഷ്വൽ അപ്ഡേറ്റുകൾ, ടീസർ, ട്രെയിലർ, സോങ് ഒക്കെ വന്നപ്പോൾ ഹൈപ്പ് കുറഞ്ഞില്ല, പക്ഷേ അതിൻ്റെ ഹോപ്പ് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ഹൈപ്പ് എന്തായാലും കുറഞ്ഞില്ല. കേരളത്തിലെ പ്രീ സെയിൽ തന്നെ 4 കോടിക്ക് മുകളിൽ വന്നിരുന്നു. ടോപ്പ് 5 പ്രീ സെയിലിൽ ഇപ്പോൾ ബബ്ബബ്ബ കയറിയിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം എമ്പുരാനായിരുന്നു, പിന്നീട് ലിയോ, കൂലി, 4ാം സ്ഥാനത്ത് ഇപ്പോൾ ബബ്ബബ്ബയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ കളക്ഷനിൽ എന്തായാലും 7 കോടിക്ക് എടുത്തോ 7 കോടിക്ക് മുകളിലോ ഈ ചിത്രം വരും. അപ്പോൾ ഇനി സിനിമയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് കുറച്ച് പിള്ളേരുടെ ഒരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് തരം സിനിമയ്ക്കാണ് വന്നാക്കണതെന്ന്. പിന്നെ ആ സീക്വൻസ് കഴിയുമ്പോൾ ദിലീപേൻ്റെ കുറച്ച് എൻട്രി, അതുപോലത്തെ കുറച്ച് പരിപാടി. ദിലീപേൻ്റെ ടൈറ്റിൽ കാർഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് സീനൊക്കെ. അതിനുശേഷം വിനീത് ശ്രീനിവാസിൻ്റെ എൻട്രി ഉണ്ട്. വിനീത് ശ്രീനിവാസിൻ്റെ എൻട്രി കൂടെ BGM-ഉം ആ കട്ടും ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് ഇതിൻ്റെ അകത്ത് ഒരു റെട്രോ സോങ് വെച്ചിട്ട് ദിലീപേൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, സാൻഡി മാസ്റ്ററും ദിലീപേട്ടൊക്കെ ചേർന്നിട്ടുള്ള. അതും കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കുറച്ച് കൈയടിച്ച് ചിരിക്കാതെ കുറച്ച് സീനൊക്കെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ സിനിമയിലെ കഥയോ വൺ ലൈനോ ഇതൊന്നും തന്നെ ഫസ്റ്റ് ഹാഫിലില്ല. നമുക്ക് ആ സിനിമയായിട്ട് യാതൊരു രീതിയിലും ഒരു കണക്ഷൻ ഇല്ലാതെ കുറച്ച് കൈയടിച്ച് പോകുന്ന കുറച്ച് സീനൊക്കെ ഉള്ള ഒരു പടം. അതാണ് ഫസ്റ്റ് ഹാഫ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇങ്ങനെ ഡൗൺ ആവുകയാണ്. ലാലേട്ടൻ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ലാലേട്ടൻ്റെ ഇൻട്രോ ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ജയിലറിൽ കാണിക്കുന്ന ജയിലറിൽ ലാലേട്ടൻ 7 മിനിറ്റോ 5 മിനിറ്റോ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് 20-30 മിനിറ്റ് ലാലേട്ടൻ ഉണ്ട്. ക്യാമിയോ അല്ല, എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ജയിലറിൽ ലാലേട്ടനെ കാണിക്കുന്ന ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഷോട്ടിൽ ഇങ്ങനെ കാണും. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു വാവ് മൊമെൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നു, പക്ഷേ അത് അത്രയ്ക്ക് എനിക്ക് ഇമ്പാക്റ്റ് തോന്നിയില്ല. ലാലേട്ടൻ ഫാൻസിനെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടാവും, എനിക്ക് തോന്നിയില്ല. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ അഴിഞ്ഞാട്ടം എന്ന സോങ് ഇറങ്ങിയപ്പോൾ ട്രോൾ കിട്ടിയാലും തിയേറ്ററിൽ അടിപൊളിയായിരുന്നു. ഈ ഫൈറ്റും ഇതുപോലെ തന്നെ അഴിഞ്ഞാട്ട സോങ്, ഈ രണ്ടുമാണ് ലാലേട്ടൻ്റെ മെയിനായിട്ട് ഈ പടത്തിൽ അടിപൊളി എന്ന് പറയാൻ പറ്റിയത്. ബാക്കി കുറേ റെഫറൻസുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്കത്ര വർക്കായില്ല. ലാലേട്ട ഫാൻസിന് ഇപ്പോൾ വർക്കാവുമായിരിക്കും, നോർമൽ ഓഡിയൻസിന് എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കാവില്ലേ എന്ന് പറയണം. അപ്പോൾ അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല. അവർക്ക് തന്നെ അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് കൊടുത്താക്കുന്നത്. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല കൊടുക്കേണ്ടിരുന്നത്. നോ ലോജിക് നോ സ്റ്റോറി ഓൺലി മാഡ്നസ് എന്നായിരുന്നു കൊടുക്കേണ്ടത്. ഒരു സിനിമയ്ക്ക് പ്രോപ്പറായിട്ടൊരു വൺ ലൈൻ എങ്കിലും ഉണ്ടാവും, അതും ഈ സിനിമയ്ക്കില്ല. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും നല്ല സീക്വൻസ് എന്ന് പറയുന്നത് ദിലീപേട്ടൻ്റെ കുറേ എനർജറ്റിക് പെർഫോമൻസ് ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു എനർജി പെർഫോമൻസ് കാണാൻ പറ്റിയത്. പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള കോമ്പിനേഷൻസ്, ഇത് മാത്രം എനിക്ക് നന്നായിട്ട് കണക്റ്റായി. എല്ലാ പ്രേക്ഷകർക്കും കണക്റ്റ് ആവും. കാരണം ഇത് അവരുടെ റിയൽ ലൈഫിലെ ഇൻ്റർവ്യൂ, ഫാമിലി, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. അത് നല്ല കോമഡി സീനായിരുന്നു. അത് മാത്രമേ കണക്റ്റ് ആവുന്ന സീനുള്ളൂ. പിന്നെ ഈ പടത്തിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് ചില സ്ഥലത്ത് നല്ല അടിപൊളിയാണ്. വിനീത് ശ്രീനിവാസനെ കാണിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ചില സ്ഥലത്ത് അരോചകമായി തോന്നുന്നു എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. ചില ഒരു തലവേദന എടുപ്പിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ചില സ്ഥലത്തൊക്കെ കൊടുത്തിരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ VFX എന്ന് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു VFX. പിന്നെ ഈ പടത്തിന് ചിലർക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ്, അടിപൊളി നല്ലൊരു ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് അത്രയ്ക്ക് തോന്നിയില്ല. ചിലർക്ക് ഇതൊരു ഭയങ്കര ദുരന്ത സിനിമയായിട്ടൊക്കെ തോന്നുമായിരിക്കും, മോശം സിനിമയൊക്കെ ആയിട്ട്. പക്ഷെ അത്രയ്ക്ക് മോശവുമല്ല. എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയത്. നല്ലൊരു ക്രൗഡിൻ്റെ ഒപ്പം ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ കൈയടിച്ച് കാണാവുന്ന കുറച്ച് സീനും ചെറിച്ച് കോമഡികളൊക്കെ ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ ഈ പടം നോക്കുമ്പോൾ എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ഈ സിനിമ കീറി മുറിച്ച് നോക്കുന്ന രീതിയിലെ കഥ എന്താ അങ്ങനെയുള്ളവരൊന്നും ഈ സിനിമയുടെ അടുത്തേക്കേ പോകേണ്ടത്. നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അതുപോലെ ഈ പടത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു എനർജറ്റിക് പെർഫോമൻസ് വെച്ച് ഓക്കെയാണ്. പക്ഷെ ബോക്സ് ഓഫീസും അതുപോലെ ഒരു നല്ല സിനിമ എന്ന രീതിയിൽ ഇത് വർക്കാവുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അറിയണമെങ്കിൽ ഇനി നമ്മൾ മൺഡേ കഴിഞ്ഞുള്ള ദിവസം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഹോൾഡ് എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇന്നും നാളെയും മറ്റേ സൺഡേ ഒക്കെ നല്ല ബുക്കിംഗ് ആയിരിക്കും. ഫസ്റ്റ് ഡേ ഏകദേശം 7 കോടിക്ക് മുകളിൽ കളക്ഷനും വരും. അപ്പോൾ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കുമോ എന്ന് അറിയാൻ വേണ്ടി മൺഡേയുടെ ഉള്ള കളക്ഷൻ മുതലാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് സിനിമ, ഒരു ആവറേജ് എക്സ്പീരിയൻസ്. അത് നിങ്ങൾ കാണുന്ന ക്രൗഡ് എങ്ങനെ ഇരിക്കുന്നോ അതനുസരിച്ചായിരിക്കും ഈ സിനിമത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇതിന് അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിലെ പല സീനും അങ്ങനെ ഫാൻസ് കൈയടിക്കുന്ന പോലെ അവിടെ കൈയടിയൊന്നും വീഴാത്തതുകൊണ്ട് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. നോർമൽ ഓഡിയൻസിന് ഈ പടം വർക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ഇതൊരു ആവറേജ് ചിത്രം മാത്രമാണ്. അത് നല്ല ക്രൗഡിൻ്റെ ഒപ്പം ഇത് കണ്ടിട്ടും എനിക്കൊരു ആവറേജ് ഫീലാ തോന്നിയുള്ളൂ. അപ്പോൾ നോർമലി അത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.